വീടില്ലാത്ത മുഴുവൻ പേർക്കും വീട് നൽകുകയാണ് സർക്കാർ ലക്ഷ്യമെന്ന് മന്ത്രി കെ.എൻ. ബാലഗോപാൽ. കുലശേഖരപുരത്ത് ലൈഫ് പദ്ധതിയിൽ പൂർത്തീകരിച്ച വീടുകളുടെ താക്കോൽ കൈമാറുകയായിരുന്നു മന്ത്രി. 423 വീടുകളുടെ പൂർത്തീകരണ പ്രഖ്യാപനവും താക്കോൽ കൈമാറ്റവുമാണ് നടത്തിയത്. വീടില്ലാത്ത മുഴുവൻ ആളുകൾക്കും വീട് കൊടുക്കുകയാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്ന് മന്ത്രി കെ.എൻ. ബാലഗോപാൽ പറഞ്ഞു. കുലശേഖരപുരം ഗ്രാമപഞ്ചായത്തിൽ 423 വീടുകളുടെ പൂർത്തീകരണ പ്രഖ്യാപനവും താക്കോൽദാനവും ഗുണഭോക്തൃ സംഗമം ഉദ്ഘാടനവും നിർവഹിക്കുകയായിരുന്നു മന്ത്രി. കേരളത്തിലാകെ 5.25 ലക്ഷത്തോളം വീടുകൾ നൽകാനാണ് ആദ്യത്തെ രജിസ്ട്രേഷൻ വന്നത്. 4.5 ലക്ഷത്തോളം വീടുകളുടെ നിർമ്മാണം പൂർത്തീകരണത്തിലേക്ക് എത്തി. ഇനിയും കുറച്ച് വീടുകൾ കൂടി കൊടുക്കാനുണ്ട്. ഓരോ ദിവസവും വീടുകൾ പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുന്നു. വീട് മാത്രമല്ല, കുട്ടികൾക്ക് പഠിക്കാൻ എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും ഒരുക്കി നൽകി. നല്ല ആശുപത്രികളും നല്ല റോഡുകളും ജോലി കിട്ടാനുള്ള ഒട്ടേറെ ഫാക്ടറികളും സാധ്യമാക്കിയതായും മന്ത്രി പറഞ്ഞു. സർക്കാരിന് കേന്ദ്ര ഗവൺമെന്റിൽ നിന്ന് പണം കിട്ടാനുള്ളതിന്റെ വലിയ ബുദ്ധിമുട്ട് സർക്കാരിനെന്ന് ഞാൻ പറയുമ്പം എനിക്കോ മുഖ്യമന്ത്രിക്കോ മറ്റു മന്ത്രിമാർക്കോ വ്യക്തിപരമായിട്ടല്ല, സർക്കാരിന് കിട്ടാനുള്ളതെന്ന് പറഞ്ഞാൽ ജനങ്ങൾക്ക് കിട്ടാനുള്ളതാണ്. ഈ പണം കിട്ടുന്നത് ജനങ്ങൾക്കാണ്. ഇപ്പോൾ നമ്മുടെ ചികിത്സാ പദ്ധതിക്ക് അനുസരിച്ച് കാരുണ്യ പദ്ധതിയിൽ ഒരു വർഷം ബഡ്ജറ്റ് 700 കോടി രൂപ ഏറ്റവും സാധാരണക്കാരായ ആളുകൾക്ക് ചികിത്സാ ഇൻഷുറൻസിന് വേണ്ടി മാറ്റി വെക്കുന്നുണ്ട്. 10-15,000 കോടി രൂപ ആരോഗ്യരംഗത്ത് ചെലവാക്കുന്നുണ്ട്, 15,000 കോടി. പക്ഷേ ചികിത്സാ കാര്യത്തിന് കാരുണ്യ പദ്ധതി വെക്കുന്ന 700 കോടിയാവും. കഴിഞ്ഞ വർഷം 700 കോടി വെച്ചിട്ട് 1,400 കോടി രൂപ ചെലവായി. അത്രയധികം ചെലവാക്കേണ്ടി വരുന്നുണ്ട്. 42 ലക്ഷം കുടുംബങ്ങൾക്ക് 5 ലക്ഷം രൂപ വരെ ഒരു വർഷം ചികിത്സ സൗജന്യമായി കിട്ടുന്ന പദ്ധതിയാണ് കാരുണ്യ പദ്ധതി. ഹാർട്ട് ഓപ്പറേഷൻ ഉൾപ്പെടെയുള്ളത് കഴിഞ്ഞ വർഷം 7 ലക്ഷം ഓപ്പറേഷൻ ആവുന്നത്, 7 ലക്ഷം. അങ്ങനെ കൊടുക്കുന്ന പദ്ധതികൾ നമ്മുടെ നാട്ടിൽ ധാരാളമുണ്ട്. അതിനൊക്കെ പണം വേണമെങ്കിൽ നമുക്ക് അർഹമായിട്ട് നമ്മുടെ കയ്യിൽ നിന്ന് പിരിച്ച ടാക്സിന്റെ ഭാഗം നമുക്ക് കിട്ടണം. അതിനകത്ത് പലപ്പോഴും കിട്ടുന്നില്ല എന്നുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. എന്നിട്ടും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ കഴിഞ്ഞ വർഷം 110% ബഡ്ജറ്റ് അവർക്ക് അവരുടെ ചെലവാക്കാൻ കഴിഞ്ഞത്. എന്ന് പറഞ്ഞാൽ 100% കഴിഞ്ഞ വർഷം ഉള്ളത് കിട്ടി. അത് മുമ്പത്തെ വർഷത്തെയും കൂടി നമ്മൾ അവർക്ക് ക്യാരി ഫോർവേഡ് കൊടുത്തു. അപ്പം ഇതെല്ലാം നല്ലതുപോലെ ജനങ്ങളുടെ പണം ശേഖരിച്ച് ജനങ്ങൾക്കായി ചെലവാക്കുന്ന ഒരു ജനകീയ സർക്കാരാണ് ഇടതുപക്ഷ മുന്നണി സർക്കാർ. പുത്തൻതെരുവിൽ നടന്ന ചടങ്ങിൽ CR മഹേഷ് MLA അധ്യക്ഷത വഹിച്ചു. മത്സ്യവെടി ചെയർമാൻ ടി മനോഹരൻ, പഞ്ചായത്ത് പ്രസിഡന്റ് മിനിമോൾ നിസാം, വൈസ് പ്രസിഡന്റ് A നാസർ, ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ വസന്ത രമേശ്, ജില്ലാ പഞ്ചായത്ത് അംഗം ഗേളി ഷൺമുഖൻ, പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ PK സാവിത്രി, PS അബ്ദുൽ സലാം, രജിത രമേശ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങൾ, വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു. 50 കുടുംബങ്ങൾക്ക് വീടുകൾ കൊടുക്കുവാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ 68 പേർക്ക് നമുക്ക് ഭൂമി കൊടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. 117 കുടുംബങ്ങൾക്ക് വീടും വസ്തുവും കൊടുക്കാനായിട്ട് നമുക്ക് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ മറ്റു പഞ്ചായത്തുകളെയൊക്കെ അപേക്ഷിച്ച് ലൈഫിൽ വലിയ ഒരു നേട്ടവുമായിട്ട് തന്നെയാണ് വളരെ അഭിമാനത്തോടും സന്തോഷത്തോടും കൂടി ഈ ഭരണസമിതി നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത്. നമ്മളെ സംബന്ധിച്ച് വളരെ വെല്ലുവിളികൾ നേരിടുന്ന കുറേ അധികം പ്രശ്നങ്ങളുമായിട്ടാണ് ഞങ്ങൾ നമ്മുടെ ഈ ഒരു ഭരണസമിതിയുടെ യാത്ര തുടങ്ങുന്നത്. നിങ്ങൾക്കൊക്കെ അറിയാം, മാലിന്യ സംസ്കരണം നമ്മുടെ ഗവൺമെന്റ് ഏറെ പ്രാധാന്യം കൊടുക്കുന്ന ഒരു മേഖല എന്ന് പറയുമ്പോൾ മാലിന്യ സംസ്കരണവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി.